ഇപ്പൊ ലാസ്റ്റ് ഒരു പയ്യനെ എടുത്തില്ലേ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്. വന്നപ്പോ തന്നെ കിരീട പിണി അടിച്ചോണ്ട് പോയി. വാ നൈസായിട്ട് ചോദിക്കാം, കുറച്ച് കളിയാക്കാം, വാ എനിക്കതൊക്കെ ഒരു സുഖം, വാ. എന്താണ് നിന്റെ നീ എങ്ങനെ അല്ല എന്താ നിങ്ങട് ചിക്കണ് ഇങ്ങനെ വെക്കാൻ അപ്പൊ തന്നെ 10 തള്ളാക്കി വിളിച്ചിട്ട് ആദ്യം കിട്ടിയത് അടിച്ചു നമ്മള്. എടാ കീരി എടാ അങ്ങോട്ടല്ലടാ ബാക്കിലോട്ട്, ദേ ദേ വാ വാ കീരി വാ വാ. ആ അപ്പൊ നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു? ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 2025 ഒരു 3/4 ഭാഗം സ്പെൻഡ് ചെയ്തത് പോലും അവിടെയാണ്. മനസ്സിലായോ? കാരണം നമുക്ക് അറിയാം, നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വഴി കൂടെ ഒക്കെ ഞാൻ പലവട്ടം എന്നൊക്കെ വരുമ്പോ തോളത്തിട്ടും സഞ്ചിയിലിട്ടും ഒക്കെ കൊണ്ടു നടക്കണത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് നിനക്ക് ഒന്നും ഇല്ലായിരുന്നെന്ന് പറയല്ലേ നീ? സൗണ്ട് ഇല്ല ഗൈസ്, എന്താ ഗൈസ് സൗണ്ട് ഇല്ലേ ശരിക്കും? പറയടാ. നീ ഡീൽ ചെയ്യണം. ഇവൻ അവയവത്തിൽ ഒരു കൊച്ചുണ്ടായി, അതിനെയും കൂടെ നീ ഏറ്റെടുത്ത് വളർത്തണം മറ്റേ ചെറുക്കന്റെ കൂടെ. അപ്പൊ പിന്നെ ഇത് നിന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര, പറഞ്ഞേക്കെ ഒരു മിനിറ്റ് കിരി ചന്ദ്ര വന്നേ. നമ്മള് വെടിവെക്കാൻ വേണ്ടി ഒരു പയ്യനെ എടുത്തില്ലേ? ഇപ്പൊ ലാസ്റ്റ് അവന്റെ കുഴഞ്ഞാട്ടം കണ്ടിട്ട് എനിക്ക് അതല്ല, ഇപ്പൊ ലാസ്റ്റ് ഒരു പയ്യനെ എടുത്തില്ലേ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്? സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടത് വിചാരിച്ചു. വന്നപ്പോ തന്നെ കിരീട പിണി അടിച്ചോണ്ട് പോയി. അത് നീ അറിഞ്ഞോ? അറിയാണ്ട് ഇതൊക്കെ അത് ചോദിക്കാനല്ലേ ഞാൻ അങ്ങോട്ട് പോയത്. വാ നൈസായിട്ട് ചോദിക്കാം, കുറച്ച് കളിയാക്കാം, വാ എനിക്കതൊക്കെ ഒരു സുഖം, വാ. കിരി വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നീ ഓക്കിലേ? നീ ഓക്കിലേ? നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നീയാണ് കൈ പിടിച്ചു കൊടുക്കേണ്ടത്. എന്ത് ചന്ദ്ര ആവലടാ ചന്ദ്ര. എടാ ഇതിപ്പോ നിനക്ക് വിഷമമുണ്ടാ? എന്തിന്? അല്ല ഈ നമ്മുടെ ഡെക്സ്പ്രോയും നിന്റെ മറ്റേ ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിനക്ക് എന്തേലും? അല്ല അതിപ്പോ എന്റെ ഫ്രണ്ട് അല്ലേ, അതിപ്പോ എനിക്ക് എന്താ പ്രശ്നം? കുട്ടികളെയൊക്കെ വിട്ടായിരുടാ. നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമായിരുന്നോ? ആയിരുന്നു. പിന്നെന്ത് പറ്റിയടാ? പിന്നെന്തൊക്കെ സംഭവിച്ചു? എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? എന്തിന്? എനിക്ക് തോന്നുന്ന കീരി ചതിക്കാൻ ചാൻസ് കുറവാണ്. കാരണം കീരി കുറച്ച് നീ വിസ്പർ മാറ്റി ഷൗട്ട് ആക്കൂ. ഷൗട്ടാക്ക്. ഷൗട്ടിന്റെ പുതിയ ബ്രാൻഡ് കേക്കാവോ? കേക്കാം. അതായത് എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഇഷ്ടമായിരുന്നു, ഞാൻ പ്രപ്പോസ് ചെയ്തു. അപ്പൊ ആള് പറഞ്ഞു കേക്കാവോ? ഇല്ല മൂളിക്കൊണ്ടിരിക്കണ ഞാൻ പിന്നെ. അപ്പൊ ഇഷ്ടമായിരുന്നു, പ്രപ്പോസ് ചെയ്തു. അപ്പൊ ആള് പറഞ്ഞു ഫ്രണ്ട് ആയിട്ടിരിക്കാം, റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. ആ ഒരു വൈബില് പോയി. ഓക്കെ, അങ്ങനെ പോവായിരുന്നു. അപ്പോഴും ഒരു ഉള്ളില് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള ഇഷ്ടം നിനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ആർക്കും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം പിന്നെ വന്നപ്പോ കുറെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. പുതിയ ഫ്രണ്ട്സ് കുറെ പേര് കിട്ടിയപ്പോ അതിനുശേഷം ഞാനൊരു ഇതേപോലെ സംസാരിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ആരായിരുന്നു പുതിയ ഫ്രണ്ട്സ്? എനിക്ക് എല്ലാരെയും അറിയത്തില്ല, കുറെ പേരുണ്ട്. എന്നാലും ഒരുത്തന്റെ എങ്കിലും പേര് പറ. ഒരുത്തന്റെ പേര് പറ. നമ്മളിന്ന് ഇടിക്കുമല്ലോ അവനെ. ഒരുത്തന്റെ പേര് പറ. അയ്യോ, എനിക്ക് അവരാരും പേരറിയത്തില്ല.
നീ പറ. ആ ശരി. അപ്പം ഈ ഫ്രണ്ട്സിന്റെ കാര്യം സംസാരിച്ച സമയത്തെ ഇവരൊക്കെ എന്തിനാ പറഞ്ഞത്? കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്താണ് ഇതാര്? ഞാന് റോബല്ല അതുകൊണ്ടാണ് വിളിച്ചപ്പോ കട്ട് ചെയ്ത. വിളിച്ചിന് ഞാനൊക്കെ എടുത്തില്ല. പറയടാ ഉസ്മാനെ. കാണാറില്ലല്ലോ. നിന്നെയല്ലേ കാണാത്തെ? നിന്റെ ഫ്രണ്ടിൽ തടുത്തുകൂടെ പോലെ ഇരിക്കുന്ന മനുഷ്യല്ലടാ. അയ്യോ സോറി. ഞാൻ ഓർത്തത് ഇന്നലത്തെ മിസ് കോൾ ആയിരിക്കും, ഞാൻ കണ്ടില്ല ഏട്ടാ. അല്ല ഞാനിപ്പോ അടിച്ചിരുന്നു. ഞാന് ഇനി നാളെ ഉണ്ടാവോ? ഉണ്ടാവുന്ന തോന്നുന്നു. ഞാനൊരു അല്ല 1 മിനിറ്റ്. 5-ാം തീയതി അല്ലേ നമ്മുടെ ഇൻവിറ്റേഷൻ കിട്ടീനോ? ഓ അത് ഉസ്മാന്റെ പി എ ചന്ദ്രു, ഉസ്മാന്റെ പി എ. 5-ാം തീയതി പരിപാടി മറക്കരുത്, എന്തായാലും വരണം. പിള്ളേരെല്ലാരും വിളിക്കണം, ഗ്യാങ് ഹൗസിൽ വന്ന് വിളിക്കണം എന്നാ കരുതിയത്. പക്ഷേ ഗ്രാൻഡ് ഇനാഗുറേഷൻ will be held on December 5th. ഷെയ്ഖ് നുഹ്മാൻ പ്രസന്റ്. 3 icons 1 grand night. പൊപ്പി കാസ്ട്രോ ഞാനും ബുർജൽ ഷെയ്ഖ് പാം റിസോർട്ട്. ഈ ബുർജൽ ഷെയ്ഖ് പാം റിസോർട്ട് അല്ലേ ഇനാഗുറേഷൻ? അല്ല 3ഉം കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാന്നായിരുന്നു. അതിലൊരെണ്ണം ഞാൻ കുറച്ചു മുമ്പ് കയറി ഇനാഗുറേറ്റ് ചെയ്തിട്ട് വന്നായിരുന്നേ, ഒരു 5 മിനിറ്റ് മുമ്പ്. എനിക്ക് സ്ഥലമാറി കയറി പോയതാ. ഏതോ ഒരെണ്ണം ഞാൻ പിന്നെ അറിഞ്ഞത് അത് അപ്പൊ തന്നെ ഇറങ്ങി, പക്ഷെ ഗേറ്റ് വരെ പോയുള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക്. ആണല്ലേ? 5-ാം തീയതി. ഓ ഓക്കെ 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 ഓക്കെ. പവറാക്കണം, മറക്കരുത്. ഉറപ്പായിട്ടും പവറാക്കിയിരിക്കും. 5-ാം തീയതി നമ്മൾ കത്തിക്കും. ഗ്യാങ് ഇൻവിറ്റേഷൻ വാസവണ്ണനാണ്. താങ്ക് യു ഗ്യാങ് ഇൻവിറ്റേഷൻ വാസവണ്ണനെ മാത്രമേ തന്നിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. നമ്മളൊക്കെ പിന്നെ നമ്മളൊരു ഗ്യാങ്ങിലല്ലേ? നീ വേറെ ഗ്യാങ്ങിലാണോ? അല്ലല്ല ഞാൻ ഇവിടെ വേറെ പറഞ്ഞു. അല്ല വാസവണ്ണനെ വിളിച്ച ഗ്യാങ്ങിൽ എല്ലാരും വിളിച്ച പോലെയാണല്ലോ. എന്തോ വസണ ഞാൻ കാര്യം പറയട്ടാ. ഇത് മറ്റേ അന്ന് അത് കണ്ടായിരുന്നു. ഇത് വസണ നോക്കിയേ. വാസണ്ണ ഇതില് ചന്ദ്രുവിന്റെ ഫോട്ടോ ഇല്ല എന്നുള്ള പരാതിയാണ് ചന്ദ്രുവിന്. ചന്ദ്രു നാളെ സിറ്റിയിൽ കയറുമ്പോ ചന്ദ്രു ഏതായാലും ഞെട്ടും, മനസ്സിലായോ? എന്റെ ഫോട്ടോ ഇത്ര പ്രമുഖനായിട്ടുള്ള എന്റെ ഫോട്ടോ നോക്കാത്തെ ചന്ദ്രന്റെ ഫോട്ടോ അല്പൻ. അല്ല 2-3 പൂജകൾ കുറവുണ്ട്, അത് ശരിയാണ്. എന്നാലും സൈഡിലെങ്കിലും വെക്കായിരുന്നു. അന്ന നോട്ടീസ് എടുത്തേ. നോട്ടീസ് എടുക്ക്. ആ ബുർജ് ഖലീഫയുടെ മുകളില് ഒരാൾ നിപ്പുണ്ട്. അതാ അവിടെയാണല്ലേ? അതാണെന്നറിയോ? അതാണ് ഞാൻ. ആണല്ലേ? നീ നൈസ്, നന്നായി. ആ ടോപ്പ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞ എന്തായാലും നന്നായി. പറഞ്ഞോ ഷേഖേ. വാസവണ്ണ മറക്കരുത്, ഞാൻ കുറച്ച് വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഫോർഗെറ്റ് ചെയ്യരുത് എല്ലാരും. ഇല്ല, 5-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഈ BM എനിക്ക് അറിയോ? വാസു അല്ല സോറി ചന്ദ്രുവിന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞില്ലേ ഈ വണ്ടി ചന്ദ്രുവിന് ചോദിച്ചാ ചന്ദ്രു നഷ്ടമായിരിക്കും. ഈ വണ്ടി വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷേ എന്തോ പുള്ളിയുടെ PI മാനേജർ. ഹലോ, നിനക്കപ്പോ നമ്മുടെ അണ്ടി ഫാക്ടറിയിലെ ജോലി വേണ്ടല്ലേ? ഞാൻ അത് പാലത്തെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചു. വലുത് ബാറ്ററിയ വലുത്. ഇത് 5 കോടി അന്നേ കൊണ്ടാ. കുറച്ച് കഴിയുമ്പോ ഞാൻ കൊണ്ടാന്ന്. എന്താണ് ഉസ്മാനെ വിളിക്കാന്ന്? ഇവൻ എന്റെ മാനേജറാണ് പോലും. അപ്പൊ മാനേജറാന്ന് പറഞ്ഞിട്ടാ നടക്കുന്നത്. ആണല്ലേ? മാനേജറാണല്ലേ ഇവൻ? നനക്കൂല കൂട്ടത്തിലൊരു പ്രൊഫഷണലിസ്റ്റ്. ഇവനെ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. അടിച്ചോണ്ട് പോവോ? അപ്പൊ ശരിക്കും ഞങ്ങൾ എന്തായാലും എത്തിയേക്കാം. ഓക്കെ സെറ്റ്. ബ്ലൂ see you. See you. I will bring the gift. Okay. നമ്മക്കൊന്നുമില്ല ഗിഫ്റ്റ്. തരാം.
ആ ഓക്കെ ബാക്കി കേക്കണ്ടേ? വാ ഇങ്ങോട്ട് വാ ചന്ദ്ര അമ്മാര് വന്ന് കേറും ഇടയ്ക്ക്. ചന്ദ്രൻ എവിടെ? ആ അപ്പൊ നമ്മളെവിടെ പറഞ്ഞിരുന്നേ? ഇവിടെ നിന്ന് താഴെ ചാടാൻ എളുപ്പമായി. ഇങ്ങോട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ നിക്ക് അങ്ങോട്ട്. കാട്ടുമരത്തിന്റെ മൺമുറിഞ്ഞേ ആ ആ ഇതാരാ? നിന്നെ ആരടാ ഇവിടെ വിളിച്ചേ? നീലമുടി പോടാ. ഇതാണോ സീക്രട്ട്? എടാ റേഡിയോയിലുള്ളവന്മാരുടെ അടുത്ത് ഒരു രഹസ്യം പറയാൻ കൊന്നോട്ടെ ഈ പുണ്ടച്ചിയെ. എടാ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാടാ അവിടെ വന്ന് വിളിച്ചു നിൽക്കല്ലേടാ. ഒന്ന് ചില്ലാവ് ആ വാ. അപ്പോ ഈ ഫ്രണ്ട്സ് വന്ന് എനിക്ക് എല്ലാരും പേരൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പം കൂടുതൽ അവരുടെ കൂടെ ആയിരുന്നു കമ്പനിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ദിവസം ഞാൻ സംസാരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ മാറി സംസാരിച്ച സമയത്ത് ഒറ്റ സെക്കൻഡ് എടാ ഒരാൾ ഇവിടെ വിഷമം പറയുമ്പോഴാണോ നീയൊക്കെ കമന്റ് സെക്ഷനിൽ ചിരിക്കണേ? നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം ഒരാൾ എന്ത് മനന്നൊന്ന് സംസാരിക്കണം നീയൊക്കെ ചിരിക്കണേ? പറ ചുമ്മാ ദേഷ്യം വരില്ല മനുഷ്യന്. സത്യം മാറിയിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ചോദിച്ചു പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ഫുൾ ടൈം അവരുടെ കൂടെ ആണല്ലോ. അപ്പൊ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സും എനിക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണോ തരുന്നത് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് രണ്ടുപേരും ഒരേപോലെയാണ് കാണുന്നത്, അല്ല എല്ലാരും ഒരേപോലെ കാണുന്നത്. ഞാൻ നേരത്തെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഫെയർ ആവത്തില്ലടാ. അയ്യോ നമ്മള് പുതിയതായിട്ട് വന്ന ആൾക്കാരെ നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ നമുക്ക് ആർക്കായാലും അതൊരു ഇതാവും. അതിനുശേഷം ഞാനും പിന്നെ ഫ്രണ്ട് ആയിട്ടാണ് കണ്ടു തുടങ്ങിയത്. അപ്പോഴാണ് ശരിക്കും ഫ്രണ്ട് കണ്ടു തുടങ്ങിയല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ നിനക്ക് അവളെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞു ഭാവയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? വാസവണ്ണ ടിവിയിൽ ആദ്യത്തെ കല്യാണം എന്റെ ആയിട്ട് നടത്താനിരുന്നത് പണ്ട്. അല്ല അതിപ്പോഴാണ് കുട്ടിയെ ജോക്കി കയ്യിലെടുത്ത് ജോക്കി കയ്യിലെടുത്ത് തന്നപ്പോ നീ അത് എതിർത്ത് എവിടെ വെച്ചെന്ന് എനിക്കറിയാം നന്നായിട്ട്. നീ അതിനെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കരുതേ. അല്ല ഞാൻ പേട്ടെ, ഞാൻ എന്തിനാ ജുഗുറുവിന്റെ കയ്യിൽ നിന്ന് താലിമാലയും പിടിച്ചോണ്ട് ഓടിയത്? അവൻ കെട്ടാൻ പോയപ്പോ എന്തിനാ കെട്ടി കിടത്തിട്ട് നമ്മള് കെട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ? എന്റെ ആഗ്രഹം വാസവറിന്റെ കല്യാണം നടത്തും. വാസവറിനെ കൊണ്ട് കെട്ടിക്കാനാ റാശേ? അല്ല പിന്നെ അങ്ങനെ ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ തുറന്ന് പറ ഗീരി, തുറന്ന് സംസാരിക്കാൻ എടുത്ത് എന്നെ തുറന്ന് സംസാരിക്കും. നീ ഇമോഷണൽ ആവല്ലേ, നീ തുറന്ന് സംസാരിക്കും. അല്ല തുറന്ന് സംസാരിച്ചോ? ഐ മീൻ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ എന്റെ പുറത്ത് നോക്കി പറ. വാസവറിന് സൂസനായിട്ടുള്ള നടത്തണം. നീ മൊത്തം പറഞ്ഞാ അത് കൂടെ തോന്നണ്ടേ? വാസവണ സൂസൻ വന്നിരുന്നു. എടാ സൂസനെ കിട്ടി വാസവണ, എന്തിനു പറയണേ? കറക്റ്റ് ഞാൻ എല്ലാ ദിവസവും മാത്രം നോക്കി വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫുൾ എന്റെ കല്യാണം വേണ്ട. കല്യാണം ശരിക്കും നീ അപ്പൊ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്? ഇല്ല, അതവന്റെ ഹിസ്റ്ററി ഇല്ലല്ലോ അണ്ണാ, എങ്ങനെയൊക്കെ വളയ്ക്കും. അപ്പൊ നിനക്ക് ശരിക്കും എന്താണ് നിന്റെ നീ എങ്ങനെ അല്ല എന്താ? അല്ല നീ കൊറേ നാൾ ഓർമ്മയില്ലാതെ എന്തിനായിരുന്നു? ഈ കെട്ടിടത്തിന്റെ മുകളിൽ താഴെ വീണത്. നിനക്ക് വേണോ അവനെ അതോ വേണ്ടേ? നിനക്ക് വേണോ വേണ്ടേ? ഇപ്പൊ പറ, ഞാൻ അതിലൊരു തീരുമാനം. ഉമ്പിത്തരം പറയല്ല ഫ്രണ്ടിൽ കുറച്ച് മാനസിക അസുഖം ഉണ്ടോ നിനക്ക്? ഇല്ല. എടാ ഞാൻ ചോദിക്കുന്ന അതിനെ പറ്റിയല്ല. ഡെസ്ട്രോ അതിനെ അവളെ വളയ്ക്കാൻ വേണ്ടി നടക്കുക. അവര് തമ്മിൽ സെറ്റ് ആവാൻ എന്തിനെന്നോ ഷോക്കേസിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ അവന്റെ വീട്ടില്. സാധാരണ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന എന്തിനാ എല്ലാരും? നിനക്കിതൊന്നും മനസ്സിലാക്കുള്ള ബോധമില്ലേ? അവൻ ട്രൈ ചെയ്തോട്ടെ, പക്ഷെ എനിക്ക് ആളൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാലോ. എന്ത് പ്രോമിസ്? സിറ്റിയില് ആരടുത്തും ലൈക് ഇഷ്ടമാണെന്ന് പറയത്തില്ല. പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ പറയാം. സിറ്റിക്ക് പുറത്ത് പറയൂ. പിന്നെ എടാ സിറ്റി നീ എന്തിനൊക്കെ പറയണേ? എടാ
നമ്മൾ അവിടെയാണ് മാസ് കാണിക്കേണ്ട കീരി എന്നാ ഞാൻ പറയട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് ഇങ്ങനെ പറയണം നമ്മൾ അങ്ങനത്തെ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോമിസ് ഞാൻ ഇതാക്കുവാണ് നിനക്ക് ഇഷ്ടമുള്ളടുത്ത് എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ അങ്ങ് പറയണോടാ നീ റാഷിയുടെ നമ്പർ എന്ന് പറഞ്ഞേ അതിന്റെ പേരെന്തായാലും സാഷിയായിരുന്നു റാഷിയായിരുന്നു സാക്ഷാത്ത് വിളിച്ചോണ്ട് ചെല്ല് അടുത്ത വരും എന്റെ കോണ്ടാക്ട്സിൽ ഉണ്ടോ നോക്കട്ടെ ഒരു സെക്കൻഡ്. ദർശന ലക്ഷ്മി, സൗണ്ട് കേട്ട് മറ്റേ ഹെലൻ മരിയ, കുരുവി, 91 58 91 53. എന്റെ കോണ്ടാക്റ്റിൽ ഉള്ളി സുരാഖ്, സാല് കാലൻ, രണ്ടോട്ട് പെട്ട്, ഷെയ്ഖ്, സൽമാൻ ഖാന്, സറബത്ത് ജബീർ, സാഗുരു, പാച്ചൂസ്. എന്തിലും ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. 915 എന്ന് പറഞ്ഞാൽ 905 അല്ല 915. സൂപ്പർ 915 38,442. അണ്ടി സൊസൈറ്റിയിലുള്ള ലോണാ നിന്റെ 915 നമ്പർ പറയണ എങ്ങനെയാണാ നീ? 30,415 എന്നാ മര്യാദക്ക് നമ്പർ പറ. 1 2 അങ്ങനെ പറ. 7 8 9 അങ്ങനെ പറയൂലേ, അങ്ങനെ പറ. 91 91 5,38,442. എടാ ലാസ്റ്റ് നമ്പർ വേണം. 5,38,442. ഇത് മൊത്തം കൂടെ 55 നമ്പർ ഉണ്ട്. ഇപ്പൊ നീ പറഞ്ഞത് പുണ്ടച്ചുമനെ. എടാ എനിക്ക് ദേഷ്യം. നമ്പർ പറ. 9153 9153 844 2. cannot be reached. ഞാൻ വിളിച്ചോണ്ട് തന്നറിയിട്ട് ഇനിയാണ് വിളിച്ചോക്ക്. എടാ ഇവിടെ എക്സ്ചാറ്റ് ഇടുന്നത് എങ്ങനെയാണടാ? T/X എക്സ്ചാറ്റ് എന്നാണോ? ഇല്ലടാ എക്സാറ്റ് മാറ്റി /PPF. അതിന്റെ അച്ഛനുള്ള മെസ്സേജ് അതിനകത്ത് ഇട്ടാ മതി. ഇവൻ കുന്നേൽ ബെന്നി എവിടെണ്ട്? കുന്നേൽ ബെന്നി പറയും വാസവനെ കാണണമെന്ന്. വാസവനോട് സംസാരിക്കുക. ഇതിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോണ്. എടാ ഞാൻ എടാ നിനക്കേ ഇങ്ങനത്തെ പ്രോമിസുകളൊക്കെ മാറ്റണോടാ. എടാ നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കണം. നിന്നെ ഇപ്പൊ വിളിച്ചത് കുന്നേൽ ബെന്നിയാണോ? കുന്നേൽ ബെന്നിക്ക് വേറൊരു പേരുണ്ട്. പേരുണ്ട് കുണ്ടേശ്വര പെരുമാൾ. സൂപ്പർ. റാഷ്യ വിളിച്ചിട്ട് എന്തോ പറയാൻ പോണ്? ഇവന്റെ ആരും തീരുമാനം ഉണ്ടാക്കാനാണോ? നമുക്ക് ഓപ്പറേറ്റ് പറയാം. 1 2 വെച്ച് കരയും. എനിക്ക് പേടിയാണേ. അണ്ണൻ ഡീലേ ചെയ്തേട്ടാ. ഹലോ അണ്ണൻ ചന്ദ്ര അല്ലണ്ണ അത് പറഞ്ഞത്. എടാ നീ വിഷമിച്ചിരിക്കുമ്പോ നിന്റെ ഫോണിൽ കുന്നേൽ ബെന്നി വിളിക്കുന്നത് ആരും നോക്കിയത്? അപ്പൊ തന്നെ 10 തള്ളാക്കി വിളിച്ചിട്ട് അവനെ ഇപ്പൊ വിളിച്ചത് ഈ ഡിസ്കഷന്റെ ഇടയില് പലപ്പോഴും വിളിച്ചായിരുന്നു തോന്നുന്നു. അസല എല്ലാരും വിളിക്കുന്നുണ്ട് കേട്ടാ കറക്റ്റ് ടൈമില്. നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷമം പേരിങ്ങനെ തെളിഞ്ഞു വരും. ചേട്ടാ ഇത് കിട്ടിയായിരുന്നടാ. ഞാൻ ബാബു കൂടെ നടത്തിയ പെൺകൊച്ചിന്റെയാണ് 2ാം കല്യാണം. അയ്യോ എനിക്കൊരു കല്യാണത്തിന് പോണായിരുന്നു, അവര് വിളിച്ചായിരുന്നു. അയ്യോ ആ കല്യാണമാണോ ഇത്? 2ാമത്തെ കല്യാണം. ആ കൊച്ചിന്റെ ആദ്യം കിട്ടിയത് അടിച്ചു നമ്മള്.
ഓ ഓക്കെ ഓക്കെ അതല്ല ഇപ്പൊ എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം? കൈപ്പേറിയതാണ്. ഉയ്ശോ. പിന്നെ അണ്ണാ ഒരു കാര്യം കൂടി അണ്ണാ, പറ. സൂസന്റെ കവചം ഞാൻ അലക്കിയിട്ടുണ്ട്. എടാ ഇത് എന്റെ ഉണ്ട് സൂസന്റെ. ഇത് സൂസന്റെ അല്ല എന്നാ. അല്ലേ അല്ല. കിട്ടിയത്? പിന്നെ വേറെ ആരല്ലോ കിട്ടാനാ? ഇല്ല, സൂസന്റെ എന്റെ തന്നെ ഉണ്ട്. ആണാ? ആണ് ചാർജിങ് ആണ് അത് കിട്ടാത്ത. നെക്സ്റ്റ് ചാറ്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. റാഷമാലി അതുകൊണ്ടല്ലേ നമ്മള് ചാറ്റിട്ടത്. ഈ സ്ലാഷ് റേഡിയോ നമ്പർ റേഡിയോ നമ്പർ Chat. റാഷ Come to. പാസ്വേഡ് പറഞ്ഞു കൊടുക്കായിരുന്ന പോരെ. 700. റേഡിയോ കയറിട്ട് പാസ്വേഡ് പറഞ്ഞു കൊടുക്കായിരുന്നാ മതി. നാട്ടുകാരെല്ലാം കൂടെ വരും. ആരും വരില്ല. റാഷ മാത്രം പൊക്കി എടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നല്ല റേഡിയോയില് വരുന്നത്. അണ്ണാ ഞാൻ ബ്രിജിനെ വിളിക്കാം. ഒരു മിനിറ്റ്. റാഷ വരുന്നവരെ എനിക്ക് ബ്രിജുവിന്റെ അടുത്ത് സംസാരിക്കാം. ബ്രിജു ഒന്ന് വരുമോ? അതെ, മറ്റേ പുണ്ടച്ചി ഉണ്ടല്ലോ തോളത്ത്. അതാരാ? എ ക്ലാസ് പുണ്ടച്ചി. എന്താ പാല നിന്റെ സൗണ്ട് ഇങ്ങനെ? എടാ അതൊരു കാര്യം സംസാരിക്കാനാടാ. അതൊരു ബിസിനസ് കാര്യം. ഒന്നെടാ മന്ദാരം ഒന്നേ പേഴ്സണൽ ആയിട്ട് സംസാരിക്കും. എന്താടാ നിനക്ക് പറയാനുണ്ടായിരുന്നു പറഞ്ഞേ? അണ്ണ ഇത് ആരും കേക്കരുത്. ഹൈലി കോൺഫിഡൻഷ്യൽ. ബ്രോ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കണേ. ഒന്ന് വണ്ടി എടുത്ത് പോണേ. ഹൈലി കോൺഫിഡൻസ് കാര്യമാണോ ചന്ദ്ര? ഒന്ന് മാറിക്ക്. വാ അങ്ങോട്ടേക്ക്. എന്തോ കേക്കുന്നില്ല. നീ വിസ്പർ ഇട്ടിരിക്കണാണ്. മുതുക്ക് പമ്പ് ആ പമ്പ് സെയിലിന് വന്നിട്ടുണ്ട്. ആണോ? സാബ് ഗുരു 15,000 കോടിക്ക് ആ സാധനം എടുത്തരാന്ന് പറഞ്ഞു. അണ്ണന് പാർട്ട്ണർഷിപ്പിന് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു. ഒരു ദിവസം 1,500 കോടിയൊക്കെ അതിന്റെ ടേൺ ഓവർ. നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരുമോ? അതറിഞ്ഞൂടാ. സാബ് ഗുരുയോട് സംസാരിക്കണം പറഞ്ഞു. ഇത് അണ്ണനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു സാബ് ഗുരു. ആരോടും പറയണ്ട, മേടിച്ചോ. ഓക്കെ ഓക്കെ. ചന്ദ്ര വന്നോ? റാഷ വന്നോ? സ്വകാര്യൊക്കെ അല്ല ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് നിന്റെ അടുത്തല്ല, മന്ദാരം ഒന്ന് വന്നേ. ഇതൊരു 12,191 പേര് കേട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എല്ലാരും അവിടെ ഇല്ലല്ല അണ്ണാ, അത് കുഴപ്പമില്ല. ഓക്കെ. വേറെ ആരും അറിയണ്ടെന്ന് മതി. ഓക്കെ, വേറെ ആരും അറിയില്ല. ഇവരല്ലാതെ ആരും അറിയില്ല. നിങ്ങൾ ആരോടും പറയല്ലേ. കമ്പ്യൂട്ടിയ പിന്നെ നമ്മ ആരാ? പിന്നല്ലാതെ. ടീമുള്ളുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ കിടക്കുന്നത്. അടിച്ചു കൊല്ലാതടാ. ലോയലിറ്റി പോയിന്റ് പോടാ. ചാവാനുള്ളവനൊക്കെ ചാവണ്ടാണ്. ഇല്ല മല്ലയ്യ, ഞാനോ പോടാ. ആ സാരല്ലേ. നീയൊക്കെ ഇപ്പൊ തന്നെ പല ഗ്രൂപ്പിലും ഇട്ടെന്ന് എനിക്കറിയാം. അവിടെ തറയിൽ എന്തോ കിടക്കണ്. വന്നില്ല. എന്താ വരാത്തെ? എനിക്കറിയില്ല. ഒന്ന് വിളിച്ചു നോക്ക്. ചന്ദ്രൻ എന്തി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. റാസി ഇങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് സംസാരിക്കണോ? എന്നാലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കാം. എന്തൊരു ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെയാണോ നോക്കണേ. ഈരിയുടെ അല്ല, അതിനകത്തൊരു പെണ്ണിന് ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നീ ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത്. അത് മനസ്സിലായ? സത്യം.
അണ്ണാ എലി വിദ്യാലയം എടുക്കുന്നില്ല തുറക്കണം ഫോൺ. എന്ന് ഇല്ല. ഇന്ന് ഓപ്പണിംഗ് എന്നാ പറഞ്ഞത്. ഇന്ന് 9:30 എന്തോ തുറന്നിട്ടുണ്ട് അവള്. ഉദ്ഘാടനം ഇല്ലേ അപ്പൊ? നടക്കണ്ടേ ഇവന്? ഉദ്ഘാടനം അവള് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു നടത്തി. ഹലോ അണ്ണ പോലും എന്തോ അണ്ണ എന്ത് വരത്തെ ഇന്ന് അണ്ണ ഉദ്ദേശിച്ചായിരിക്കും അവർ ആ സമയത്ത് വെച്ചത്. പമ്പിന്റെ മുകളില് ആ അണ്ണാ ഞാൻ ആ, വിചാരിക്കുന്നു എല്ലായിടം പമ്മി അങ്ങ് ഇരുന്നോണേ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്. 7500 പറഞ്ഞിട്ട് പമ്പിൽ കയറി ടെസ്ട്രോയ്ക്കും വേണ്ട കീരിക്കും വേണ്ട.